തന്നിട്ടില്ല. നമ്മൾ ആരെക്കുറിച്ച് മോശം വിചാരിക്കരുത്. അങ്ങനെ ചിന്തിച്ചാൽ നമ്മൾ ആരെക്കുറിച്ചെല്ലാം മോശം വിചാരവുമായി നടന്നിട്ടുണ്ടോ അവരെല്ലാവരും ആഖിറത്തിൽ വന്ന് നമ്മുടെ നന്മകൾ കൊണ്ടുപോയി അവസാനം നമ്മുടെ നന്മകൾ തീർന്നാൽ അവരുടെ തെറ്റുകുറ്റങ്ങൾ നമ്മുടെ തലയിലിട്ട് പാപ്പറായി നരകത്തിലെത്തുമെന്ന് ഹദീസിനെ വിശദീകരിച്ച് ഇമാം ഷഅറാനി തങ്ങൾ അൽ മൻഹജുൽ മുത്തഹർ എന്ന കിതാബിൽ എഴുതി വെക്കുന്നത് കാണാം. ഈ കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്, ഒരാളെ കുറിച്ച് മോശം വിചാരം നമുക്കുണ്ടാവരുത്. ഒരാൾ മോഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഈസാ നബി അലൈഹി സ്വലാം കണ്ടു. ഈസാ നബി പറഞ്ഞു, എന്റെ കണ്ണിനെന്തോ പിഴച്ചതായിരിക്കും, അയാളുടെ സാധനം എന്നെ എടുക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഈസാ നബി തിരിച്ചു പോവുകയാണ്. മറ്റുള്ളവരെ കുറിച്ച് അഭിപ്രായം പറയൽ ഇപ്പോൾ വളരെ വ്യാപകമാണ്. ഗീബത്ത് ഹറാമാണെന്ന് അറിയാത്തതുപോലെയാണ് രണ്ടാൾക്കാർ ഒരുമിച്ച് കൂടിയാൽ ഉണ്ടാവുക. അതിൽ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല. ശൈഖുൽ ഇസ്ലാം സക്കരിയ അൻസ്വാരി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ഒരാളെ അല്ലാഹു ഉന്നത സ്ഥാനത്തേക്ക് എത്തിക്കണം എന്ന് ഉദ്ദേശിച്ചാൽ എന്താ ചെയ്യുക? അയാളുടെ അസൂയാലുക്കളായ ശത്രുക്കൾക്ക് അയാളെ കുറിച്ച് എന്തെങ്കിലും ദുഷ്പ്രചരണം നടത്താൻ ഒരു വകുപ്പുണ്ടാക്കും.